പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ശനിയുടെ മാറ്റമാകുന്നു. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്റമാകുന്നു ശനിയുടെ മാറ്റം. എന്തെന്നാൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ശനി 2.5 വർഷം എടുക്കുന്നു. ഏറ്റവും വലിയ കാലമാണ് ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്നത് 2.5 വർഷം. മറ്റൊരു ഗ്രഹങ്ങളും അത്ര വർഷം എടുക്കുന്നില്ല. രാഹുകേതുക്കൾ 1.5 വർഷവും വ്യാഴം 1 വർഷവും മറ്റ് ഗ്രഹങ്ങളൊക്കെ 30 മുതൽ 45 ദിവസം വരെയാണ്. അതിനാലാണ് ശനിയുടെ ചാരവശാലുള്ള പ്രാധാന്യം ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ജ്യോതിഷികൾ അവതരിപ്പിക്കുന്നത്. കാരണം ശനിയുടെ കാരകധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം. മരണം, രോഗങ്ങൾ, ക്ലേശങ്ങൾ, അപവാദങ്ങൾ, ദാരിദ്ര്യം, ദുഃഖം, അപമാനങ്ങൾ, ഇതൊക്കെ ശനി ഉണ്ടാക്കുന്ന ദോഷങ്ങളാകുന്നു. അതിനാൽ പലപ്പോഴും ജനങ്ങൾ ശനിയെ വളരെ ഭയാശങ്കകളോടെ കാണുന്നു. അതിനിടയിലാണ് കണ്ടകശനി, 7.5 ശനി, അഷ്ടമശനി മുതലായ എല്ലാ പ്രയാസങ്ങളും ശനി ഉണ്ടാക്കുന്നത്. അതിനാൽ ശനിയുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ ശനി മാറുന്നത് 1200 മീനമാസം 15-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി 9 മണിയോടുകൂടെയാണ് ശനിയുടെ മാറ്റം. ഈ മാറ്റം മേടരാശി മുതൽ 12 രാശിക്കാർക്കും മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ശനി ഏതെല്ലാം രാശിക്കാർക്ക് ശുഭത്വത്തോടുകൂടി വർത്തിക്കുന്നു അഥവാ അശുഭങ്ങൾ ഉണ്ടാക്കുന്നു, ഈ ഒരു ചിന്തയാണ് നാം ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അതിനാൽ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് എപ്രകാരമാണ്, ആർക്കൊക്കെയാണ് കണ്ടകശനി, 7.5 ശനി, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വീണ്ടും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ശനി ചാരവശാൽ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് കർക്കിടക രാശിക്കാർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക, എന്താണ് ഇതിൻ്റെ ശുഭാശുഭ ഫലങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത്. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. കർക്കിടക രാശിക്കാർക്ക് ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കുക, ശനി 9-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. 9 നല്ലൊരു ഭാവമാണ് ശനിയെ സംബന്ധിച്ചിടത്തോളം. ധർമ്മേ സുധ അർത്ഥ സുഖഭാഗ് എന്നാണ് ഭാവഫലം പറഞ്ഞിരിക്കുന്നത്. വരാഹമിഹിര ആചാര്യൻ. ശാസ്ത്രജ്ഞാനങ്ങൾ, അർത്ഥം, ധനം, സുഖം, ഇതൊക്കെ ഭജിക്കും. 9-ാം ഭാവത്തിൽ സൂര്യൻ വന്നാലും ശനി വന്നാലും പ്രാണന് നല്ല ഫലമാണ്. ഭാഗ്യസ്ഥാനമാണ് 9-ാം ഭാവം. ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുധാത്മജ ധനോപാസന സൗശീല്യ ഗുരവോ നവമാത് അമി. നാം ഗുരുജനങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. പിതാവിനെ ചിന്തിക്കേണ്ട ഭാഗമാകുന്നു. നമ്മുടെ ഭാഗ്യം, ധർമ്മം, തപസ്, പുണ്യം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന നല്ലൊരു ഭാവമാകുന്നു 9-ാം ഭാവം. അതാണ് പലപ്പോഴും 9-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ വേണം. ജാതകത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ, കവിടിക്രിയയിൽ ചിന്തിക്കുമ്പോൾ 9-ാം ഭാവത്തിൽ പാപഗ്രഹമാണെങ്കിൽ നമ്മുടെ ഉപാസന അല്ലെങ്കിൽ പ്രാർത്ഥന, അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ അപാകതകൾ പറയും. 9-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വന്നാലോ, 9-ാം ഭാവാധിപനായ ഗ്രഹം ദുർബലനായി വന്നാലോ. പൂർവോപാസിത ദേവകോപം അശുഭം. 9-ാം ഭാവാധിപൻ നീചസ്നാണ് അല്ലെങ്കിൽ ദുർബലനാണ്. അസ്ഥാനത്ത് വന്നാൽ പൂർവികർ ഉപാസിച്ചു വന്നിരുന്ന ചൈതന്യത്തിൻ്റെ കോപമുണ്ട് മുമ്പിലിരിക്കുന്ന വ്യക്തിക്കെന്ന് ജ്യോതിഷികൾ പറയും. ഒരു വലിയ ഭാവമാണ് 9-ാം ഭാവം. നമുക്ക് കാശ് കൊണ്ട് മാത്രം കാര്യമില്ല, ഭാഗ്യം വേണം. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ആരോഗ്യം, അഖിലാഭീഷ്ട കാര്യസിദ്ധി ധാരാത്മജാതിഭിർ ഹർഷഹ ഭാഗ്യമിത്യുദിതം ബുധൈഹി. ആരോഗ്യമുണ്ടാവുക, താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുക, ഭാര്യ സന്താനങ്ങളുമായിട്ടുള്ള ഒരു നല്ല ഒരു ജീവിതം, ഇതൊക്കെയാണ് ഭാഗ്യം. കുറേ ധനമുണ്ടായിട്ട് കാര്യമില്ല. ഭാഗ്യം വേണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. പണ്ട് കുന്തിദേവി
പാഞ്ചാലി തൻ്റെ ഗൃഹത്തിൽ വരുമ്പോൾ പറഞ്ഞ വാക്യം ഇതാണ്: ഭാഗ്യബന്ധം പ്രസൂയത മാശൂരം മാജപണ്ഡിതം. പ്രിയപ്പെട്ട പുത്രി, നീ ഇവിടെ കയറി വരുന്നു, നീ ആരെ പ്രസവിക്കണം? ഭാഗ്യബന്ധം പ്രസൂയത, നീ നല്ല ഭാഗ്യമുള്ള മക്കളെ പ്രസവിക്കണം. മാശൂരം മാജപണ്ഡിതം, നീ ശൂരനെയും പണ്ഡിതനെയും പ്രസവിക്കണ്ട, ഭാഗ്യമുള്ള സന്താനത്തെ പ്രസവിക്കൂ. അതിന് കാരണം എന്താണ്? ശൂരാശ്ച പണ്ഡിതാശ്ചൈവ മമ പുത്രാഹ വനംഗതാഹ. ശൂരന്മാരും പണ്ഡിതന്മാരുമായ എൻ്റെ മക്കളതാ, എൻ്റെ മക്കളെല്ലാം തന്നെ കാട്ടിലാണ്, ഒരു കാര്യവുമില്ല. ശൂരന്മാരാണ്, പണ്ഡിതന്മാരാണ്, പക്ഷേ ഒരു കാര്യവുമില്ല, ഭാഗ്യമില്ല. അതുകൊണ്ട് ഭാഗ്യമുള്ള മക്കളെ പ്രസവിക്കണം. ഈ ഒരു വിഷയം തന്നെയാണ് ഭാഗ്യത്തിൻ്റെ വിഷയത്തിൽ സാധാരണ ജ്യോതിഷികളും സംസാരിക്കാറുള്ളത്. ഇവിടെ ഭാഗ്യഭാവത്ത് ശനി വന്നു. ആ ശനി ഏതെല്ലാം ഭാവത്തിൻ്റെ അധിപനാകുന്നു? 7, 8 ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു. 7ാം ഭാവം എന്നാൽ വിവാഹം, കാമം, ഭാര്യാഗൃഹം, തൻ്റെ യാത്ര, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. അതിനാൽ ഈ ശനി ഭാഗ്യത്തെ പ്രദാനം ചെയ്യും വിവാഹ വിഷയത്തിലേക്ക്, തൻ്റെ യാത്രാ വിഷയത്തിലേക്ക്, ഭാര്യാഗൃഹത്തിൻ്റെ വിഷയത്തിലേക്ക് ഒക്കെ ഈ ശനിയുടെ സ്വാധീനം നിങ്ങൾക്ക് കാണാൻ പറ്റും. കർക്കിടകം രാശിക്കാർക്ക് ഒരു പുതിയ യാത്ര ആരംഭിക്കാനെല്ലാം അനുകൂലമാണ്. പുതിയ സഹായികളെ ലഭിക്കുന്നു. ആ ശനിയുടെ ആശ്രയഫലവും വളരെ നല്ലതാണ്. സ്വന്തപ്രത്യേകതോ നരേന്ദ്രഭവനെയോ സൽപുത്ര ജായാധനോ ജീവക്ഷേത്രകതയെ അർക്കജെ പുരബലഗ്രാമ അഗ്രനേത. തനിക്ക് അഗ്രനേതൃത്വം വരുന്നു. രാജഭവനത്തിൽ, രാജാവിൻ്റെ മന്ദിരത്തിൽ തനിക്ക് ഇരിപ്പിടം ലഭിക്കുന്നു. സൽപുത്ര ജായാധന, നല്ല ഭാര്യ, നല്ല മക്കൾ, നല്ല ധനമുണ്ടാകുന്നു. ഞാൻ പറഞ്ഞു 7ാം ഭാവം വിവാഹഭാവമാണ്. അവിടെ 7ാം ഭാവാധിപനായ ശനി 9ാം ഭാവത്തിൽ വരുമ്പോൾ വിവാഹ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. പക്ഷെ അവിടെയും ഒരു പ്രത്യേകത ചിന്തിക്കേണ്ടതുണ്ട്. 9ാം ഭാവം തപസ്ഥാനമാകുന്നു. യഥാർത്ഥത്തിൽ ശനി 9ാം ഭാവത്തിൽ വരുമ്പോൾ ശരിക്കും സന്യാസയോഗത്തെയാണ് പ്രദാനം ചെയ്യുക. 9ൽ ശനി വരുമ്പോൾ നമുക്ക് ശനി 9ൽ വരുന്നവരുടെ ചരിത്രമൊക്കെ എടുത്താൽ ഗൗതമ ബുദ്ധൻ്റെ ജാതകം മുഴുവൻ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഭവതി നരവയോഗേ ദീക്ഷിത പാർത്ഥിവേന്ദ്ര, ചക്രവർത്തിയായിട്ടും ബുദ്ധൻ എന്ത് ചെയ്തു? സന്യാസം സ്വീകരിച്ചു. അതിനാൽ പലപ്പോഴും 9ാം ഭാവം സന്യാസ വിഷയമാണ്. ഇവിടെ വിവാഹവതിയാഗ്രഹം കഴിഞ്ഞ 5 വർഷമായി കണ്ടകശനിയായിരുന്നു, അഷ്ടമശനിയായിരുന്നു. അത് മാറിയിട്ടാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നത്. അതിനാൽ വിവാഹത്തിൻ്റെ ഭാഗ്യം ഉണ്ടാകാം. പക്ഷേ വ്യക്തിയും തീരുമാനിക്കണം, യുവാവും യുവതിയും തീരുമാനിക്കണം. നിർബന്ധിച്ച് വിവാഹം അവരെ കഴിപ്പിക്കേണ്ടുന്ന സമയമല്ല. അവരുടെ മാനസികമായ നിലയും മറ്റും അറിഞ്ഞ് മാത്രം വിവാഹ വിഷയത്തിലേക്ക് അവരെ എന്തു ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. മറ്റു പ്രധാനപ്പെട്ട വിഷയം ശനി അഷ്ടമാധിപനാകുന്നു. മകരം കുംഭം രാശികളുടെ അധിപനാകുന്നു ശനി. അവിടെ കുംഭം ശനിക്ക് മൂലക്ഷേത്ര ബലമാണ്. മൂലക്ഷേത്ര ബലമുള്ള 45 ഡിഗ്രി ബലമുള്ള ശനിയാണ് 9ാം ഭാവത്തിൽ നിൽക്കുന്നത്. അത് പിതാവിനത്ര നല്ലതല്ല. അഷ്ടമാധിപനായ ഗ്രഹം 9ാം ഭാവത്തിൽ വരുമ്പോൾ പിതാവിന് ദോഷം, സഹോദരങ്ങൾക്ക് ദോഷം, തൻ്റെ സഹായികൾക്ക് ദോഷം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ആ ശനി അവിടെ ഉണ്ടാക്കും. അതിനാൽ രോഗിയായ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കണം. 2.5 വർഷമാണ് ശനി നിൽക്കുന്നത്. അതിനാൽ അവരുടെ ആരോഗ്യ വിഷയം താൻ വളരെയധികം ജാഗ്രത പാലിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തപസ്സനുഷ്ഠിക്കുക, സന്യാസത്തിന് പോവുക. ഇങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട് 9ൽ ശനി വരുമ്പോൾ. വരാഹമിഹിര ആചാര്യൻ പറഞ്ഞ ഫലം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറയുന്നു: മതിസ്യസ്യ തിക്താന തിക്തം ദുശീലം ഇതൊരു യോഗശാസ്ത്രേ ഗുണോ രാജസസ്യാത്. ഇയാൾക്ക് രാജസമാകുന്ന ഗുണങ്ങൾ വരും. ശനി ഒരു സാത്വിക ഗ്രഹമല്ല, പാപഗ്രഹമാകും. സാധാരണ ശനി മറ്റേത് രാശിയിൽ വന്നാലും പാപഗ്രഹത്തിൻ്റെ സ്വഭാവങ്ങളാണ് പ്രകടിപ്പിക്കുക. പക്ഷേ ഇവിടെ ഹോരാചാര്യർ പറയുന്നു രാജസമായ ഗുണം പ്രകടിപ്പിക്കും. 3 ഗുണങ്ങളാണ്: സത്വരജസ് തമസ്, സാത്വികം, രാജസം, താമസം. അതിനാൽ താമസമാകുന്ന ഗുണമല്ല വ്യാഴക്ഷേത്രത്തിലെ ശനി, താൻ രാജസമായ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. മിഡിലാണ്, ഉയർച്ചയിലുമല്ല അങ്ങേറ്റം താഴ്ചയിലുമല്ല, അതിനിടയിലുള്ള ഒരു സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. നല്ല ശീലങ്ങളുണ്ടാകുന്നു, നല്ല സ്വഭാവങ്ങളുണ്ടാകുന്നു. യോഗശാസ്ത്രത്തിൽ, ആത്മീയമായ വിഷയത്തിൽ, യോഗശാസ്ത്രത്തിൽ, മെഡിറ്റേഷനിൽ വളരെയധികം താല്പര്യം വരുന്നു. അതിനാൽ പല ശാരീരികമായ ക്ലേശങ്ങൾക്കും പരിഹാരമാകുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ശനി സഹസ്രാര ചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ശിരസിനെ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ നാഡീഞരമ്പുകൾക്ക് ഉത്തേജനം ചെയ്യാൻ നിങ്ങൾക്ക് ഈ സമയത്ത്
എന്ത് ചെയ്യാം? ശനീശ്വരനെ പ്രാർത്ഥിക്കാം. അപ്രകാരം തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അന്യനെ സഹായിച്ച് വളരെയധികം മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകും എന്നൊരു പ്രത്യേകിച്ച് ഫലം പറഞ്ഞിരിക്കുന്നു. സുഹൃദ്വർഗിതോ ദുഃഖിതോ ദീനബുദ്ധിയ, തൻ്റെ ദീനബുദ്ധി, മറ്റുള്ളവരുടെ ദയ, ഇത് കാരണം സുഹൃദ്വർഗിത ദുഃഖ, സുഹൃത്തുക്കളാൽ തനിക്ക് ദുഃഖം കൈവരുന്നു. അതിനാൽ സമാധാനപരമായി മാത്രം സഹായങ്ങൾ ചെയ്യുക. അകമഴിഞ്ഞ് സഹായിക്കേണ്ട. തൻ്റെ വിലപ്പെട്ട രേഖകളോ ധനമോ ഒക്കെ കൊടുത്തിട്ട് ശത്രുത ഉണ്ടാക്കാൻ പാടില്ല. ശനി ശർമ്മക് സന്യസ്യത്വ, മറ്റുള്ളവർക്ക് സുഖം പ്രദാനം ചെയ്യുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റെടുത്ത് അവർക്ക് നന്മകൾ പ്രദാനം ചെയ്യാൻ ശ്രമിക്കുന്നു, സന്യസിക്കാൻ പോകുന്നു. അതിനാൽ ആത്മീയമായ നിർവൃതി 9-ൽ ശനി വരുമ്പോൾ ഉണ്ടാകും. എന്തിനേക്കാളും? ഭൗതിക സുഖത്തിനേക്കാളും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ശനീശ്വര മന്ത്രം ജപിക്കുക. അടുത്തുള്ള ശനീശ്വരനുമായി ബന്ധപ്പെടുന്ന ക്ഷേത്രങ്ങളെ സന്ദർശിക്കുക. അങ്ങനെ ശനീശ്വരൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത വാങ്ങുക. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഭാവി ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.